ഈ സെക്സ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും പല രീതിയിലായിരിക്കില്ലേ അല്ലേ? അതിപ്പോ ശരിക്കും അത് കൂട്ടാൻ അല്ലെങ്കിൽ കൂടി നിൽക്കുന്നവർക്ക് കുറയ്ക്കാനും അങ്ങനെ ശരിക്കും ഇതിനൊരു ഡിഫോൾട്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. ചില പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയൊരു തെറ്റാണ്, എൻ്റെ ഭർത്താവ് ചിലയിടത്തു നിന്നൊക്കെ സിനിമയൊക്കെ കണ്ടിട്ട് ചില കൂട്ടുകാരികൾ പറഞ്ഞിട്ട് വരും, എൻ്റെ ഭർത്താവ് ഇന്നലെ 20 മിനിറ്റാണ് ചെയ്തത് കേട്ടോ, അല്ലപ്പോട്ടെ എനിക്ക് 1 മണിക്കൂർ ചെയ്തു തന്നു കേട്ടോ. ചിലപ്പോൾ ഇത് അവിടെ അതൊന്നും ഉണ്ടാവില്ല, വെറുതെ പറയുന്നതായിരിക്കും, ഇവളെ ഇളക്കാൻ വേണ്ടി പറയാം, കാരണം ഇവിടെ കാര്യങ്ങൾ അറിയണം. അപ്പൊ ഇപ്പുറത്ത് വയ്ക്കുന്ന പുള്ളിക്കാരി ആണോടി സത്യമായിട്ട് എന്തൊക്കെ ചെയ്യും, എനിക്ക് അങ്ങനെ ചെയ്തു തരും, എനിക്ക് ഇങ്ങനെ ചെയ്തു തരും, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനെ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നൈറ്റ് ഇട്ടുകൊണ്ട് ഞാൻ അടുക്കള നിൽക്കാന്ന് ചേട്ടൻ വന്നെന്നെ കെട്ടിപ്പിടിച്ചു, എൻ്റെ കാതിലൊക്കെ അങ്ങോട്ട് ഉമ്മ വെച്ചാൽ എനിക്ക് അങ്ങ് ഭയങ്കര കുളിരായിരുന്നു. ആണല്ലേ, സത്യമാണല്ലേ, എനിക്ക് വീട്ടിൽ കിടക്കുന്ന കാലമാണ് ഇതൊന്നും ചെയ്തു തരത്തില്ല, എപ്പോൾ കണ്ട നേരം ഇവിടുന്ന് പോയാൽ പിന്നെ വീട്ടിൽ ചെന്ന് മീൻ വെട്ടുന്നു, കറി വെക്കുന്നു, കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് അങ്ങേര് കിടന്ന് ഉറങ്ങിക്കാണും, ഇങ്ങനൊരു കിഴങ്ങൻ. ഇങ്ങനെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളാണ് ഈ ലോകത്തുള്ളത് മൊത്തം ഞാൻ പറഞ്ഞില്ല, ചുരുക്കം ഭൂരിഭാഗം ആൾക്കാർ. സത്യം പറഞ്ഞാൽ ഒരു പുരുഷന് ടയേർഡായിട്ട് വന്നാലും കുളിച്ചിപ്പം വന്ന് കിടക്കുന്നു, നമ്മൾ പോയി നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കുളിച്ചിട്ട് നമ്മൾ വന്ന് അടുത്ത് കിടന്നിട്ട് ചേട്ടാ എനിക്ക് വേണം, ബാ നമുക്ക് ചെയ്യാം, ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുമ്പം അവന് കിട്ടുന്ന ഒരു സുഖം, അവന് ടയേർഡാണെങ്കിൽ പോലും അവൻ എഴുന്നേറ്റ് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവർ കിടക്കും. ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ഇപ്പം എൻ്റെ പുരുഷൻ 5 മിനിറ്റ് എനിക്ക് അതിന് സമയദൈർഘ്യം വരുന്നുള്ളൂവെങ്കിലും ഫോർപ്ലേ ചെയ്തിട്ട് അവളെ തൃപ്തിപ്പെടുത്താം. ഇവള് അത് പറയണം, ചേട്ടാ അത് മതി, ചേട്ടൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തൃപ്തിയാണ്. അങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവുക. ഇവർ വേറെ പോകേണ്ട ആവശ്യമില്ല, ഇവള് അവനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ചില പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് മറ്റവള് ഇത് കേട്ടിട്ട് അകത്തോട്ട് പോയിട്ട് പറയും, കണ്ട ഇത് മനസ്സിലിരിക്കും പക്ഷെ പറയില്ല, ഇവളിങ്ങനെ പറഞ്ഞിട്ടാണെന്നൊന്നും പറയില്ല. അപ്പോൾ പുള്ളിക്കാരി പറയും, നിങ്ങളെ കൊണ്ട് ഒരു കഴിവിനും ഒന്നിനും കൊള്ളത്തില്ല, കിഴങ്ങനെ ഇങ്ങനെ ഒരു കഴിവ് കെട്ടവെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം കൊണ്ട് എല്ലാ ദിവസവും ഇത് തന്നെ കേൾക്കുമ്പോൾ മാനസികമായിട്ട് ആണുങ്ങളും വീർക്കും. അങ്ങനെയാണ് ഡിവോഴ്സ് ഒക്കെ കൂടുതലും ഉണ്ടാകുന്നത്. പക്ഷെ ഒരു പരിധി വരെ ഇവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഇതൊന്നും പറയില്ല. അല്ലെങ്കിൽ കറി വെന്തു കൂടിപ്പോയി, അല്ലെ കറിയിൽ ഉപ്പില്ല, അല്ലെങ്കിൽ വീട്ടിലെ അമ്മ വഴക്കുണ്ടായി, അല്ലെ കൊച്ചിനെ ഇങ്ങനെ ആക്കി, കൊച്ച് 2 എണ്ണം ഉണ്ടായിപ്പോയി. ഇത് ഉണ്ടാകുന്നിടം വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ, ഉണ്ടാകുന്നിടം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ. അത് കഴിയുമ്പോൾ എന്താണ്, ഫാമിലി പ്രശ്നങ്ങൾ കൂടുന്തോറും കുടുംബത്തിൽ ഭാര്യ ഭർത്താവുമായിട്ടുള്ള സെക്സിൻ്റെ റിലേഷൻ കുറയുക ചെയ്യുന്നത്. അവിടെയാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പക്ഷെ അത് നമ്മൾ പെണ്ണുങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്നത് അവർക്ക് കൊടുത്താൽ വെളിയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഈ കുടുംബ കോടതിയിലൊക്കെ കൗൺസിലിംഗ് ഒക്കെ പറയുമ്പം ഇവരാരും പറയത്തില്ലല്ലോ, കെട്ടിയവൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം, അല്ലെ എനിക്ക് കെട്ടിയവൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സുഖം ഇല്ലാഞ്ഞിട്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ, ഇതൊന്നും പറയില്ല. പറയും ഒന്നീ അവന് ജോലിയില്ലെന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ അവൻ അവളെ ശരിയല്ലെന്ന് പറയും. ഇതൊക്കെ കണ്ട് പ്രശ്നങ്ങൾ ആ കുടുംബം ബന്ധം നാനാ വഴിക്ക് പോകും.